നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ തവണ അൽക്കമാം എന്നെ പെട്ടെന്ന് തന്റെ ബംഗ്ലാവിൽ തടഞ്ഞു നിർത്തി. ആദ്യമായി അവരോട് ഇല്ല എന്ന് പറയാൻ ഞാൻ ധൈര്യം കാണിച്ചു. പക്ഷേ മാം എനിക്ക് മറ്റൊരു വഴിയും നൽകിയില്ല. ഇന്ന് നിങ്ങൾ അൽക്കമാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഥ കേൾക്കും. അൽക്ക ബാട്ടിയെ അൽക്കമാമാക്കി മാറ്റിയ, എന്നെ അവർക്ക് പ്രിയപ്പെട്ടവളാക്കിയ ആ കഥ. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു ഹോക്കി താരം എതിരാളിയെ വളയുന്നതുപോലെ അൽക്കമാം എന്നെ എങ്ങനെ തളച്ചിട്ടു എന്നും പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ നിർബന്ധിച്ച് എന്നെ അമേരിക്കയിലേക്ക് അയക്കാൻ എങ്ങനെ തയ്യാറെടുത്തു എന്നും നിങ്ങൾ കാണും. പിന്നെ രാത്രി ഭക്ഷണത്തിന് ശേഷം ആ രഹസ്യം പുറത്തുവന്നു. അൽക്കമാമിന്റെ ഏകപക്ഷീയ പ്രണയകഥ. കഥ തുടങ്ങുന്നത് 1984-ലെ ദുരന്ത കലാപങ്ങൾക്ക് ശേഷമാണ്. ഒരു കൽസ കോളേജിലെ വാശിയേറിയ സംവാദത്തിൽ തന്റെ ഭാഗം ന്യായീകരിക്കാൻ പോയ 19 വയസ്സുകാരി അൽക്ക അവിടെ ഒരു മികച്ച പ്രസംഗകനെ നേരിട്ടു. അതായിരുന്നു നീരജ് ജോഷി, മറ്റാരുമല്ല, എന്റെ അച്ഛൻ. അച്ഛന്റെ യുക്തി അൽക്കമാമിന്റെ മനസ്സിനെ എങ്ങനെ മാറ്റിയെന്നും അവരുടെ ഹൃദയത്തിൽ പ്രണയം എങ്ങനെ പൂത്തുലഞ്ഞെന്നും അച്ഛനെ കാണാൻ പോയപ്പോൾ എന്തുകൊണ്ട് വൈകിപ്പോയെന്നും നിങ്ങൾ അറിയും. പക്ഷേ ഈ പരാജയത്തിൽ മാം തളർന്നില്ല. അവരുടെ ഏകപക്ഷീയ പ്രണയം ചുരുങ്ങിപ്പോകുന്നതിന് പകരം വിശാലമായി അതൊരു പരോപകാര വൃക്ഷമായി എങ്ങനെ മാറിയെന്നും ആ തണലിൽ രാശീലിനെയും എന്നെയും പോലുള്ള എണ്ണമറ്റ സ്ത്രീകൾക്ക് ഇന്ന് എങ്ങനെ ശാക്തീകരണം ലഭിച്ചുവെന്നും നിങ്ങൾ കാണും. ഒരു പരാജയപ്പെട്ട പ്രണയം, ഒരു അചഞ്ചലമായ നിശ്ചയദാർഢ്യം, ഒരു വലിയ മാറ്റം. പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എപ്പിസോഡ് 27, എന്റെ അച്ഛനോടുള്ള ഏകപക്ഷീയ പ്രണയവും അൽക്കമാമിന്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യവും. കീർത്തിമാം പോയതിനുശേഷം അൽക്കമാം എന്നെ വീണ്ടും കസേരയിലിരിക്കാൻ ആംഗ്യം കാണിച്ചു. ഞാനിരുന്നു. ഇന്ന് രാത്രി ഭക്ഷണം നീ എന്റെ കൂടെ കഴിക്കണം, അവർ ഉറപ്പിച്ചു പറഞ്ഞു. മാം, കുറച്ചു ദിവസത്തേക്ക് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് മാറ്റിവെച്ചുകൂടെ? ഇന്ന് ആദ്യമായി അവരുടെ നിർദ്ദേശത്തിനെതിരെ ഞാൻ സംസാരിച്ചു. ഇല്ല, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നീ എങ്ങനെയെങ്കിലും രാത്രി എന്റെ വീട്ടിൽ വരണം, അൽക്കമാം വീണ്ടും ആജ്ഞാപിച്ചു. മറുത്തന്നും പറയാൻ എനിക്ക് ധൈര്യമുണ്ടായില്ല. ഞാൻ അവരുടെ ബംഗ്ലാവിലെത്തി. അവർ എന്നെ അടുത്തിരുത്തി. പാസ്പോർട്ടിനായി ഓൺലൈൻ അപേക്ഷ പൂരിപ്പിക്കാൻ എന്റെ വിവരങ്ങൾ ചോദിച്ചു തുടങ്ങി. മാം, എന്റെ യാത്ര പോലും തീരുമാനമാകാത്ത സ്ഥിതിക്ക് ഇപ്പോൾ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത് എന്തിനാണ്? ഞാൻ മെല്ലെ എതിർത്തു. വാണി, ഇപ്പോൾ പാസ്പോർട്ട് എടുക്കുന്നതുകൊണ്ട് നീ അമേരിക്കയിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ രാശിയിൽ നിർബന്ധിച്ചാൽ അപ്പോൾ പാസ്പോർട്ടും വിസയും പെട്ടെന്ന് ശരിയാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ അപേക്ഷിക്കുന്നതാണ് ബുദ്ധി. മനസ്സിലായോ? മാം എനിക്ക് മറ്റൊരു തിരഞ്ഞെടുപ്പും നൽകിയില്ല. വാണി, തൽക്കാലം നീ ഭക്ഷണം ആസ്വദിക്കൂ. പിന്നീട് എന്റെ ഏകപക്ഷീയ പ്രണയകഥ നിനക്ക് പറഞ്ഞുതരാം. അത് നിനക്ക് വലിയ സന്തോഷം നൽകും. മാം തന്റെ തുറുപ്പുചീട്ട് പ്രയോഗിച്ചു. രംഗമാറ്റം. അത് 1984-ലെ വർഷമാണ്. രാജ്യത്ത് കലാപങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയം. ഗുരു തേജ് ബഹാദൂർ കൽസ കോളേജിൽ ഒരു സംവാദ മത്സരം നടക്കുകയായിരുന്നു. അൽക്കയ്ക്ക് അന്ന് 19 വയസ്സാണ്. അവൾ വളരെ സെൻസിറ്റീവായ ഒരു പെൺകുട്ടിയാണ്. നീരജ് ജോഷി എന്ന യുവാവ് തന്റെ ഉജ്ജ്വലമായ പ്രസംഗത്തിലൂടെ അൽക്കയുടെ ചിന്തകളെ പൂർണ്ണമായും മാറ്റിമറിച്ചു. വിഭജനമല്ല ഒന്നിനും പരിഹാരമെന്ന് അവൻ തെളിയിച്ചു. നീരജ് പറഞ്ഞ കാര്യങ്ങൾ അൽക്കയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു, അതോടൊപ്പം അവനോടുള്ള പ്രണയവും. പക്ഷേ അൽക്ക തന്റെ പ്രണയം ആരോടും പറഞ്ഞില്ല. അവസാനം നീരജിന്റെ വീട്ടിൽ എത്തുമ്പോഴേക്കും അവൻ മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹിതനാവുകയായിരുന്നു. ജെമിനിയുടെ വിശകലനം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എപ്പിസോഡ് 27 അൽക്കമാമിന്റെ ജീവിതത്തിലെ ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. വാണിയുടെ അച്ഛൻ നീരജ് ജോഷിയോടുള്ള അവരുടെ ഏകപക്ഷീയ പ്രണയമാണ് അവരുടെ സേവന മനസ്ഥിതിക്ക് കാരണം. ഈ ത്യാഗം അവരെ ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് ഒരു വലിയ നേതാവാക്കി മാറ്റി. കഥ ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. മാം എടുത്ത ഈ തീരുമാനം വാണിയുടെ ജീവിതത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അടുത്ത എപ്പിസോഡിൽ കാണാം. എപ്പിസോഡ് 27 അവസാനിച്ചു. എപ്പിസോഡ് 28. നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ അൽക്കമാം തന്റെ ഏകപക്ഷീയ പ്രണയകഥ പൂർത്തിയാക്കി. ആ കഥയിലെ നായകൻ മറ്റാരുമല്ല, എന്റെ അച്ഛനായിരുന്നു. ഇന്ന് നിങ്ങൾ ആ പ്രണയത്തിന്റെ അവസാന അധ്യായം കേൾക്കും. അച്ഛനെ നേരിട്ട് കാണാൻ ശ്രമിക്കുന്നതിന് പകരം മാം തന്റെ ഹൃദയത്തിലെ പ്രണയത്തെ ഒരു വലിയ വൃക്ഷമാക്കി എങ്ങനെ മാറ്റിയെന്നും ആ തണലിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നതെന്നും നിങ്ങൾ അറിയും. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിസ്വാർത്ഥ പ്രണയത്തിന്റെ നിർവചനം. പ്രണയത്തിൽ തനിക്കുവേണ്ടി ഒന്നും നേടാനല്ല, മറിച്ച് മറ്റുള്ളവർക്ക് നൽകാനാണ് ശ്രമിക്കേണ്ടത് എന്ന് കരുതി മാം അച്ഛനെ ഒരിക്കലും ബന്ധപ്പെട്ടില്ല. അൽക്കമാമിന്റെ പശ്ചാത്താപം. എന്റെ അമ്മയുടെ മരണത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ മാം പറയുന്നു, കഷ്ടം.
എനിക്ക് നിങ്ങളുടെ അച്ഛനുമായി അല്പം നേരത്തെ പരിചയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അമ്മയെ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ എത്തിച്ച് മികച്ച ചികിത്സ ഉറപ്പാക്കുമായിരുന്നു. എന്റെ പക്വതയാർന്ന ചിന്ത, മാം അച്ഛനെ ബന്ധപ്പെടാതിരുന്നത് നന്നായി എന്ന് പറഞ്ഞ് ഞാൻ അവരെ അത്ഭുതപ്പെടുത്തി. കാരണം ആ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ വിശാലമായ സ്നേഹം അച്ഛനിൽ മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്നു. എന്നാൽ കഥയിൽ മറ്റൊരു വൈകാരിക വഴിത്തിരിവ് വരുന്നു. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സൗമ്യയെക്കുറിച്ചുള്ള ഒരു ദുഃഖവാർത്ത നിങ്ങൾ കേൾക്കും. അവളുടെ അമ്മ പെട്ടെന്ന് അന്തരിച്ചു. സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച അതേ വേദനയോടുകൂടി ഞാൻ സൗമ്യയുടെ വീട്ടിലെത്തുന്നു. ഒരു അമ്മയുടെ അവസാന ആഗ്രഹം, സൗമ്യ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഗണിതത്തിൽ പൂർണ്ണ മാർക്ക് വാങ്ങണം എന്നതായിരുന്നു അമ്മയുടെ അവസാന ആഗ്രഹമെന്ന്. സൗമ്യയ്ക്ക് ആ നിമിഷം ആവശ്യമായ ധൈര്യം ഞാൻ നൽകി. അമ്മയുടെ അവസാന ആഗ്രഹം നിറവേറ്റാനുള്ള ദൃഢനിശ്ചയം അവളിലുണ്ടാക്കി. ഈ കടുത്ത ദുഃഖത്തിനിടയിലും സൗമ്യയ്ക്ക് തന്റെ അമ്മയുടെ സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയുമോ? പരോപകാരം, പിതൃസ്നേഹം, ഒരു മകളുടെ അചഞ്ചലമായ വാഗ്ദാനം. പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എപ്പിസോഡ് 28, പ്രണയത്തിന്റെ വൃക്ഷവും സൗമ്യയുടെ ദുഃഖാർത്ഥമായ ദൃഢനിശ്ചയവും. സ്നേഹം എന്നത് പങ്കുവെക്കുന്തോറും വർദ്ധിക്കുന്ന ഒരു സമ്പാദ്യമാണെന്ന് അൽക്കമാം തിരിച്ചറിഞ്ഞു. അച്ഛൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുവെന്നറിഞ്ഞപ്പോൾ അവർ പകരമായി ഒന്നും ആഗ്രഹിച്ചില്ല. നൽകുന്നതാണ് സ്നേഹമെന്ന് അവർ ഒരു ദൈവനിയോഗമായി കരുതി. ഒരിക്കൽ വാണി എന്ന പെൺകുട്ടി ടീച്ചർ ജോലിക്കായി ഇന്റർവ്യൂവിന് വന്നു. അവളുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ മാമിന്റെ കണ്ണുകൾ അച്ഛന്റെ പേരായ നീരജ് ജോഷി എന്നതിൽ തങ്ങിനിന്നു. 35 വർഷം മുമ്പ് താൻ കണ്ട ആ പ്രസംഗകന്റെ അതേ ഛായ വാണിയിൽ അവർ കണ്ടു. ആ നിമിഷം മുതൽ വാണിയറിയാതെ തന്നെ അവൾക്ക് തണലായി നിൽക്കാൻ മാം തീരുമാനിച്ചു. ഇന്നുവരെ ആ രഹസ്യം ആരും അറിഞ്ഞിരുന്നില്ല. വാണി, നിങ്ങളുടെ അമ്മയുടെ മരണവാർത്ത കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. അച്ഛനുമായി പരിചയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും സഹായിക്കുമായിരുന്നു, അൽക്കമാം സങ്കടത്തോടെ പറഞ്ഞു. എന്റെ കണ്ണുകൾ നിറഞ്ഞു. മാം, നിങ്ങൾ ബന്ധം പുലർത്താതിരുന്നത് നന്നായി. അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അച്ഛനിൽ മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഇത്രയധികം പേർക്ക് അമ്മയായി മാറിയത്. എന്റെ വാക്കുകൾ അവരെ അത്ഭുതപ്പെടുത്തി. എന്നെ ചേർത്തുപിടിച്ച് അവർ പറഞ്ഞു, നിന്നെ ഞാൻ എന്റെ സ്വന്തം മകളായിട്ടാണ് കാണുന്നത്. പരീക്ഷകൾ അടുക്കുന്നു. ഞാൻ തിരക്കിലായിരുന്നു. അപ്പോഴാണ് മാമിന്റെ കോൾ വന്നത്. പാസ്പോർട്ട് അപ്പോയിന്റ്മെന്റ് ഉറപ്പായി. ഞങ്ങളിരുവരും കാറിൽ തലസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയപ്പോൾ ഒരു ദുഃഖവാർത്തയാണ് ഞാൻ കേട്ടത്. ഡെങ്കിപ്പനി ബാധിച്ച് സൗമ്യയുടെ അമ്മ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. ആ വൈകുന്നേരം തന്നെ ഞാൻ സൗമ്യയുടെ വീട്ടിലെത്തി. മാം, ദൈവം ഇത്ര ക്രൂരനാകുന്നത് എന്തുകൊണ്ടാണ്? ഗണിതത്തിൽ 100 മാർക്ക് വാങ്ങണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമായിരുന്നു. മരിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് പോലും അമ്മ അത് പറഞ്ഞിരുന്നു. സൗമ്യ കരഞ്ഞു. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. സൗമ്യ, ഇത് നിന്റെ അമ്മയുടെ അവസാന ആഗ്രഹമാണ്. നീ അത് തീർച്ചയായും നിറവേറ്റണം. നിനക്കത് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ വാക്കുകൾ അവളിൽ ധൈര്യം നിറച്ചു. തീർച്ചയായും ഞാൻ അത് സാധിക്കും മാം. നാളെ മുതൽ തന്നെ ഞാൻ സ്കൂളിൽ വരും, അവൾ ദൃഢമായി പറഞ്ഞു. ജെമിനിയുടെ വിശകലനം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എപ്പിസോഡ് 28 ൽ അൽക്കമാം തന്റെ രഹസ്യം വെളിപ്പെടുത്തുന്നതിലൂടെ വാണിക്ക് ഒരു വലിയ സ്നേഹസമ്മാനം നൽകിയിരിക്കുകയാണ്. സ്വന്തം അമ്മയെ നഷ്ടപ്പെട്ട വേദന സൗമ്യയെ പ്രചോദിപ്പിക്കാനായി വാണി ഉപയോഗിച്ചു. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. അത്ര ബുദ്ധിമാനായിരുന്ന വാണിയുടെ അച്ഛൻ പിന്നീട് എങ്ങനെയാണ് ഒരു സാധാരണക്കാരനായി മാറിയത്? ഉടനെ അറിയാം. എപ്പിസോഡ് 28 അവസാനിച്ചു. എപ്പിസോഡ് 29. നമസ്കാരം, നിങ്ങൾ കേൾക്കുന്നത് പ്രേം അൻമോൾ ഹോദ ഹേ വാണി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് വാണി. കഴിഞ്ഞ എപ്പിസോഡിൽ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സൗമ്യയുടെ അമ്മ വിട പറഞ്ഞു. അമ്മയുടെ അവസാന ആഗ്രഹം നിറവേറ്റുമെന്ന് ഞാൻ അവൾക്ക് ഉറപ്പ് നൽകി. ജീവിതചക്രം എങ്ങനെ തിരിയുന്നുവെന്ന് ഇന്ന് നിങ്ങൾ കാണും. ദുഃഖത്തിനു ശേഷം നേട്ടം, തുടർന്ന് താല്പര്യമില്ലാത്ത ഒരു യാത്ര. നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഗോൾഡ് മെഡലും അൽക്കമാമിന്റെ സമ്മാനവും. 10ാം ക്ലാസ് ഫലം അതിശയിപ്പിക്കുന്നതായിരുന്നു. 9 വിദ്യാർത്ഥിനികൾ ഗണിതത്തിൽ 100% മാർക്ക് നേടി. ഗോൾഡ് മെഡൽ വാങ്ങുമ്പോൾ പരേതയായ തന്റെ അമ്മയെ ഓർത്ത് സൗമ്യ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി. എന്റെ അമേരിക്കൻ യാത്ര ഉറപ്പായി. ഈ നേട്ടത്തിന് അൽക്കമാം എന്നെ സ്വർണ്ണ അധ്യാപിക എന്ന് ആദരിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു പ്രഖ്യാപനം നടത്തി. എന്റെ അമേരിക്കൻ യാത്രയുടെ മുഴുവൻ ചെലവും അവർ വ്യക്തിപരമായി വഹിക്കും. ഇപ്പോൾ എന്റെ യാത്ര ഉറപ്പായി കഴിഞ്ഞു. മാമിന്റെ നിർബന്ധിക്കാനുള്ള കല. ഒടുവിൽ ഞാൻ മാമിനോട് ചോദിച്ചു, മാം, അവസാനം നിങ്ങൾ എന്നെ കൊടുക്കുകയല്ലേ എന്ന്. അതിന് അവർ ചിരിക്കുന്നു. പക്ഷേ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു രഹസ്യം കൂടി അറിയണം. പരാഗിനെയും രാശീലിനെയും വിവാഹത്തിന് മാം എങ്ങനെ സമ്മതിപ്പിച്ചു? ഡിന്നറിന് ശേഷം മാം പറയാൻ തുടങ്ങി, ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല.
അൽക്കമാമിന്റെ ക്ഷണപ്രകാരം പരാഗ് ഇന്ത്യയിലെത്തി. അവൻ അതീവ സന്തുഷ്ടനാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ അൽക്കമാമും പരാഗും തമ്മിലുള്ള നിർണായക സംഭാഷണം കേൾക്കും. അവിടെ പരാഗിന് രാശീലിന്റെ ഭൂതകാലത്തെ നേരിടേണ്ടിവരും. ഒരു ദുഷ്ടന്റെ പീഡനങ്ങൾ അനുഭവിച്ച പെൺകുട്ടിയെ കുട്ടിക്കാലത്തെ സ്നേഹം അംഗീകരിക്കുമോ? നിർബന്ധിത സമ്മതം, മറക്കാനാവാത്ത നേട്ടം, നിർണായകമായ കൂടിക്കാഴ്ച. പ്രേം അൻമോൾ ഹോദ ഹേ വാണി യിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് എപ്പിസോഡ് 29 വിധിയുടെ ഗണിതവും അൽക്കമാമിന്റെ സമ്മതിപ്പിക്കാനുള്ള കലയും. ഞാൻ വീടിന് പുറത്തിറങ്ങിയപ്പോൾ യോഗേഷ് ഒരു 12 വയസ്സുകാരനോടൊപ്പം നിൽക്കുന്നത് കണ്ടു. ഇത് സൗമ്യയുടെ അനിയനാണെന്ന് യോഗേഷ് പറഞ്ഞു. ഞാൻ ആ കുട്ടിയുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി. മാം, നിങ്ങൾ വന്ന് വലിയൊരു കാര്യമാണ് ചെയ്തത്. ദുഃഖത്തിലായിരുന്ന എന്റെ മകൾ സൗമ്യയെ വീണ്ടും പഠനത്തിലേക്ക് എങ്ങനെ തിരികെ കൊണ്ടുവരണമെന്ന് എനിക്കറിയില്ലായിരുന്നു. യോഗേഷ് നന്ദി പറഞ്ഞു. സൗമ്യയും ഞാനും തമ്മിലുള്ള സംഭാഷണം അദ്ദേഹവും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നാളെ മുതൽ സൗമ്യ മാത്രമല്ല, ഈ അനിയൻ കുട്ടനും സ്കൂളിൽ പോകും അല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവന്റെ തലയിൽ കൈവച്ചു. അവൻ സമ്മതത്തോടെ തലയാട്ടി താഴേക്ക് നോക്കി ചിരിച്ചു. സ്കൂട്ടിയിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എന്റെ ചിന്തകൾ പിന്നിലേക്ക് പോയി. സൗമ്യയെപ്പോലെ എനിക്കും ഒരു അനിയനുണ്ടായിരുന്നു. അത് ഓർത്തപ്പോൾ എന്റെ ശരീരം ഒന്ന് വിറച്ചു. സൗമ്യയെപ്പോലെ എന്റെ അമ്മയും ഞങ്ങളെ നേരത്തെ വിട്ടുപോയിരുന്നു. ദൈവമേ, സൗമ്യയുടെ അനിയന് എന്റെ അനിയന് സംഭവിച്ചതുപോലെ ഒന്നും സംഭവിക്കരുതേ. ഇല്ലെങ്കിൽ എനിക്കും സൗമ്യയെപ്പോലെ നീ ക്രൂരനാണെന്ന് വിശ്വസിക്കേണ്ടി വരും എന്ന് മനസ്സിൽ ദൈവത്തെ ഭീഷണിപ്പെടുത്തി. ജീവിതം ഒരിക്കലും നിൽക്കുന്നില്ല. 10ാം ക്ലാസ് പരീക്ഷകൾ അവസാനിച്ചു. എന്റെ പാസ്പോർട്ട് വന്നു. രാശിയിൽ വഴി എനിക്കൊരു ഇൻവിറ്റേഷൻ ലെറ്റർ മാം വരുത്തിച്ചു. പിന്നീട് വിസയുടെ ജോലികൾ തുടങ്ങി. മാമും രാശിയിലും വിചാരിച്ചത് സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അമേരിക്കയിലേക്ക് പോകേണ്ടി വരും. ഫലം വന്നപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. സൗമ്യ ഉൾപ്പെടെ 9 പേർക്ക് ഗണിതത്തിൽ 100 മാർക്ക് ലഭിച്ചു. ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു പെൺകുട്ടിക്കും 100 മാർക്ക് ലഭിച്ചിരുന്നു. സ്കൂളിൽ വിജയികളെ ആദരിക്കാൻ ചടങ്ങ് സംഘടിപ്പിച്ചു. അൽക്കമാം ഓരോരുത്തർക്കും ഗോൾഡ് മെഡൽ നൽകി. മെഡൽ വാങ്ങുമ്പോൾ സൗമ്യ കരഞ്ഞുപോയി. ഈ നേട്ടം എനിക്ക് പൂർണ്ണ സന്തോഷം നൽകുന്നില്ല. ഇന്ന് എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൾ പറഞ്ഞ വാക്കുകൾ എല്ലാവരെയും ദുഃഖിപ്പിച്ചു. അൽക്കമാം സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. 9 കുട്ടികൾക്ക് 100 മാർക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ ചരിത്രപരമായ നേട്ടമാണ്. ഇതിന് പിന്നിൽ അധ്യാപകരുടെ കഠിനാധ്വാനമുണ്ട്. പ്രത്യേകിച്ച് വാണി ജോഷിയുടെ പരിശ്രമം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് അവളെ സ്കൂളിനു വേണ്ടി ഞങ്ങൾ ആദരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ ഒരു കവർ പുറത്തെടുത്ത് കാണിച്ചു. ഇത് വാണിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ടിക്കറ്റുകളാണ്. 1 മാസത്തെ ലീവിനോടൊപ്പം എന്റെ സ്വന്തം ചിലവിലാണ് അവളെ ഞാൻ അമേരിക്കയിലേക്ക് അയക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചു. എല്ലാവരും കൈയടിക്കുമ്പോൾ എന്റെ പ്രിൻസിപ്പൽ കീർത്തിമാം ഒരു ഫാനിനെപ്പോലെ വായിൽ വിരലിട്ട് വിസിലടിച്ചു. ഞാൻ സ്റ്റേജിൽ ചെന്ന് മാമിനോട് പതുക്കെ പറഞ്ഞു, മാം, അവസാനം നിങ്ങൾ എന്നെ ലോക്ക് ചെയ്തു അല്ലേ എന്ന്. ഉടനെ മാം മൈക്ക് ഓൺ ചെയ്തു പറഞ്ഞു, വാണി നന്ദി പറയുന്ന രീതി വളരെ വ്യത്യസ്തമാണ്. പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ചു. സൗമ്യയും ഒരുപാട് നാളുകൾക്ക് ശേഷം ചിരിക്കുന്നത് കണ്ട് എനിക്ക് ആശ്വാസം തോന്നി. ഞാൻ 15 ദിവസത്തിനുള്ളിൽ അമേരിക്കയിലേക്ക് പോകണം. രാശിയിൽ പഴയതൊക്കെ മറന്ന് ഇപ്പോൾ പരാഗിനൊപ്പം സന്തോഷമായിരിക്കുന്നു. പരാഗ് ഇന്ത്യയിലെത്തിയെന്ന് മാം പറഞ്ഞു. ഡിന്നർ കഴിക്കുമ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു, മാം, എങ്ങനെയാണ് നിങ്ങൾ ആരെയും ഇത്ര പെട്ടെന്ന് സമ്മതിപ്പിക്കുന്നത്? പരാഗിനെയും രാശീലിനെയും വിവാഹത്തിന് എങ്ങനെ സമ്മതിപ്പിച്ചു എന്ന്. ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മാം യഥാർത്ഥ കഥ പറയാൻ തുടങ്ങി. ജെമിനി വിശകലനം. പ്രിയ ശ്രോതാക്കളെ, എപ്പിസോഡ് 29 ജീവിതത്തിന്റെ 2 മുഖങ്ങൾ കാണിച്ചു തന്നു. ഒരു വശത്ത് സൗമ്യയുടെ ദുഃഖം, മറുവശത്ത് വാണിയുടെ വിജയം. അൽക്കമാം ഇപ്പോൾ വാണിയെ അമേരിക്കൻ യാത്രയ്ക്ക് ഒരുക്കിയിരിക്കുകയാണ്. അവിടെ രാശീലിന്റെ പ്രണയകഥയിലെ രഹസ്യങ്ങൾ പുറത്തുവരും. ദുഃഖത്തെ ഒരു മരുന്നായി കാണണമെന്ന വാണിയുടെ ചിന്ത കഥയ്ക്ക് പുതിയൊരു തലം നൽകി. എപ്പിസോഡ് 29 സമാപ്തം. കഥ തുടരുന്നു.